കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിട്ട് കുറച്ചു ദിവസമായി. ഇപ്പോഴിതാ വീണ ജോർജിനെ മികച്ച നടി എന്ന് പറഞ്ഞുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു. ഏതായാലും വീണ ജോർജ് മികച്ച നടി എന്ന് നമ്മൾ വാർത്ത നൽകിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇത് ശരിയാണ് എന്നെങ്കിലും ചിലർ അത് മന്ത്രിയല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ കമൻ്റ് ഇട്ടവരുണ്ട്. എന്നാൽ ഇന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടെ ആ കാര്യത്തിലൊരു തീരുമാനമായി. അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വാദങ്ങൾ എല്ലാം പൊളിയുകയാണ്. വീണ ജോർജിൻ്റെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പ്രതികൾ കഴുത്തിനാക്രമിച്ചതായി ഈ റിപ്പോർട്ടിൽ എങ്ങുമില്ല, അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. ആയുധം ഉപയോഗിച്ചുള്ള മുറിവോ ചതവോ ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴുത്തിൻ്റെ പല ഭാഗങ്ങളിൽ തൊടുമ്പോൾ വേദന മാത്രമാണ് ഉള്ളത്. അത് ആക്രമണം കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ എന്നറിയില്ല. ഏതായാലും നന്നായി അഭിനയിച്ച മന്ത്രി വീണ ജോർജിന് ഇതൊരു അവാർഡായി കാണേണ്ടി വരും. എന്നാൽ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതിയിൽ മുഴുവൻ പറഞ്ഞത്. ആയുധം ഉപയോഗിച്ചില്ല എന്ന് പോലീസ് തന്നെ മൊഴി നൽകുകയും ചെയ്തു. ആ പോലീസിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് നേതാക്കളെല്ലാം രംഗത്തു വന്നു. ആയുധം ഉണ്ടെന്ന് പറയാനുള്ള തിരക്ക് മുഴുവൻ CPM നേതാക്കൾക്കായിരുന്നു. നാടകം മുഴുവൻ ഉണ്ടാക്കിയത് സ്പീക്കർ എന്ന പദവിയിലിരിക്കുന്ന ഷംസീറാണ്. അതുകൂടാഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് ഈ നാടകം സംവിധാനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പറഞ്ഞു വരുന്നത്, ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പുറത്തു വന്നതോടെ എല്ലാവരുടെയും മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സ്പീക്കറും രണ്ടുപേരും ചേർന്ന് നടത്തിയ ഒരു നാടകത്തിൽ മികച്ച നടിയായി വീണ ജോർജിനെ തിരഞ്ഞെടുത്തത് അത് വലിയ നാണക്കേടാണ് സർക്കാരിനുണ്ടാക്കിയിരിക്കുന്നത്. അന്നേ ദിവസം തന്നെയുണ്ടായ പ്രതിഷേധത്തിൽ കഴുത്തിന് പരിക്കേറ്റെന്ന് പറഞ്ഞ മന്ത്രി ജനറൽ ആശുപത്രിയിലാണ് അഡ്മിറ്റായത്. ആദ്യം പോയിട്ട് പിന്നീട് ജനറൽ ആശുപത്രിയിലെ ആക്സിഡൻറ്റ് രജിസ്റ്റർ കം വുഡ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റി കുറച്ചു ദിവസം അവിടെ കിടന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ എന്തൊക്കെയോ അവർ അഭിനയിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഒരു ദിവസം നേരം പുലരുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയുടെ പ്രോട്ടോകോൾ പോലും പാലിക്കാതെ നേരം വെളുക്കുന്നതിന് മുൻപേ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. സാധാരണ ഒരു രോഗി പോലും ചെയ്യാതെ, ബില്ലടക്കാൻ കാശില്ലാതെ ഒരു രോഗി പോലും ചെയ്യാത്ത തരത്തിൽ ഒരു ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുകയാണ്. തികച്ചും നാടകമെന്നല്ലാതെ ഒന്നും പറയാനില്ല. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ പുറത്തു വന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിനു മുമ്പ് തന്നെ പല മരണങ്ങളും അവിടെ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്തത് വളരെയധികം വിവാദമായിരുന്നു. അങ്ങനെയുള്ള മെഡിക്കൽ കാര്യങ്ങളിൽ പോലും തിരുത്തൽ വരുത്തുന്നു എന്നുള്ള വലിയ പ്രതിഷേധം നേരിട്ട ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മന്ത്രി ഇങ്ങനെ ഇറങ്ങിയോടിയതും പിന്നീട് വലിയ ചർച്ചയായി. അങ്ങനെ മുഴുവൻ തകർന്നു പോയ ആരോഗ്യമന്ത്രി അവസാനം ഇങ്ങനെ ഒരു അഭിനയത്തിന് നിന്നത് തന്നെ കത്രിക വയറ്റിൽ കുടുങ്ങി ഒരു രോഗി ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധങ്ങൾ നേരിടുമ്പോൾ ഇങ്ങനെയൊരു ആശുപത്രിവാസം നല്ലത് എന്നും അതിന് ഇതാണ് ഏറ്റവും നല്ല അഭിനയവും എന്ന് കരുതിയാണ് അത് KSU നേതാക്കൾക്കെതിരെ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കിയത്. പക്ഷേ കാലവും ചരിത്രവും സാക്ഷി നിർത്തിക്കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ KSUക്കാരല്ല യഥാർത്ഥ അഭിനേതാക്കൾ, അത് CPMകാരാണെന്നും അതിൽ മികച്ച നടി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയെന്നും തെളിഞ്ഞിരിക്കുന്നു.